ബി.ജെ.പി പ്രതിഷേധത്തിന് പിന്തുണയേറുന്നു. പ്രതിഷേധത്തിന് പിന്തുണയുമായി ദില്ലി ജന്തർ മന്ദറിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ബി.ജെ.പി പ്രതിഷേധത്തിന് പിന്തുണ ഒരുപാടാണ്. ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായിട്ട് ദില്ലി ജന്തർ മന്ദറിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. നമുക്കറിയാം, ഇന്നലെ രാവിലെയാണ് കഴിഞ്ഞ 20 ദിവസമായി നിരാഹാര സമരം നടത്തുകയായിരുന്ന സോനം വാങ്ചുകിനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണുപ്രിയ, എന്തായാലും കഴിഞ്ഞ ദിവസം രാവിലെയോട് കൂടിയാണ് നിരാഹാര സമരം വരുന്ന സോനം വാങ്ചുകിനെ ബലം പ്രയോഗിച്ച ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും വലിയ പിന്തുണ തന്നെ ബി.ജെ.പി പ്രതിഷേധത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും, ആയിരക്കണക്കിന് ആളുകൾ, വിദ്യാർത്ഥികളടക്കം ഈ സമരവേദിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ടെന്റുകളടക്കം അടിച്ചുകൊണ്ട് വലിയ തോതിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ മുതൽ ബി.ജെ.പി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ വലിയ നിരാഹാര സമരത്തിൽ പോയിട്ടുണ്ട്. ഈ സമരപ്പന്തലിൽ ഇന്നും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളിലേക്ക് തന്നെ ഒരു പിന്തുണയും ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ SFI നേതാക്കളും ഈ സമരത്തിൽ ശക്തമായി പങ്കുചേർന്നുകൊണ്ട് SFIയുടെ പിന്തുണ തുടക്കം മുതൽ തന്നെ സമരത്തിനുണ്ടായിരുന്നു. SFI നേതാക്കൾ, SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയും അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷും എന്തായാലും കഴിഞ്ഞ ദിവസം സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇരുവരും അഭിജിത്ത് ദീപ്കയ്ക്കൊപ്പം എന്തായാലും ഒരു നിരാഹാര സമരത്തിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ ആദർശം സജി ഇവിടെ നിരാഹാരം ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിരാഹാര സമരത്തിലേക്ക് SFI പോയിരുന്നു. എന്തായാലും ആദർശം സജി ഉൾപ്പെടെയുള്ള SFI നേതാക്കളും നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു. സോനം വാങ്ചുകിനെ തിരിച്ചിവിടെ എത്തിക്കുന്നത് വരെ ഒരു നിരാഹാര സമരമായി മുന്നോട്ട് പോകാൻ ശക്തമായി സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ജനാധിപത്യപരമായ രീതിയിൽ സമാധാനത്തോടുകൂടി ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിക്കുന്നൊരു വിഷയം ഉയർത്തി സമരം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ബോധപൂർവമായി സംഘർഷാവസ്ഥ ഉണ്ടാക്കുക, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നത് ഏതൊക്കെ നിലയിൽ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒരിഞ്ച് പിന്നോട്ട് പോകാൻ രാജ്യത്തെ വിദ്യാർത്ഥികൾ, ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾ ഒന്നും തയ്യാറല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഘട്ടത്തിനും പിന്നോട്ട് പോകാൻ സ്ഥിതിയില്ല. ഞങ്ങൾ ഇവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടുന്നത് വരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി രാജ്യവ്യാപകമായിട്ടുള്ള സമരത്തിനാണ് ഇപ്പോൾ SFI തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നാളെ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ആ പാർലമെന്റ് മാർച്ചിന് ദില്ലി പോലീസ് അനുമതി നൽകിയിട്ടില്ല. സമരം ഒരിക്കലും ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് ഒരു മാർച്ച് നടത്താൻ സമ്മതിക്കില്ല എന്നതാണ് പോലീസ്. ജനാധിപത്യ പ്രതിഷേധങ്ങളെ എല്ലാ ഘട്ടത്തിലും ഡൽഹി പോലീസ് എന്ന് പറയുന്നത് അമിത്ഷാ നേതൃത്വം നൽകുന്ന, അമിത്ഷാ നിയന്ത്രിക്കുന്ന, സംഘപരിവാർ നിയന്ത്രിക്കുന്ന പോലീസാണ്. അത് സ്വാഭാവികമായി ജനാധിപത്യപരമായ സമരങ്ങളെ അടിച്ചമർത്തുന്നതിനും അത് കേൾക്കാൻ തയ്യാറാകാത്ത പോലീസുമാണ്. അത് ഏതൊക്കെ നിലയിൽ അനുമതി തന്നാലും ഇല്ലെങ്കിലും സമരം ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള നിലയിൽ സമരം നടക്കും. ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി പങ്കാളിത്തം ഇവിടെ ഉണ്ടാവും. പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, ഞങ്ങൾ 1000-ഓളം വിദ്യാർത്ഥികൾ, 100-ഓളം വിദ്യാർത്ഥികൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ജനങ്ങൾ, വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഒരു വലിയ ബഹുജന സമരമായി നാളത്തെ ഈ സമരം മാറും എന്നതിൽ സംശയമില്ല. വിഷ്ണുപ്രിയ, എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയും അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നാളെ പാർലമെന്റ് തുടങ്ങുന്ന ദിവസമാണ്. വർഷകാല സമ്മേളനം നാളെയാണ് ആരംഭിക്കുന്നത്. നാളെ പാർലമെന്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ പാർലമെന്റ് മാർച്ചിന് ദില്ലി പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. അത്തരത്തിൽ മാർച്ച് ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നതാണ് ദില്ലി പോലീസ് പറയുന്നത്. കാരണം ഈ സമരം തന്നെ അനുമതിയില്ലാതെയാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ സമരം നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാർലമെന്റ് മാർച്ച് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധ വേദിക്ക് ചുറ്റും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. വലിയ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ ബന്ദോബസ്താക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. വിഷ്ണുപ്രിയ.
വിഷ്ണു, അതുപോലെ തന്നെ കഴിഞ്ഞ 20 ദിവസമായി നിരാഹാര സമരമിരുന്ന സോനം വാങ്ചുക്കിനെ ദില്ലി പോലീസ് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുക്കുകയും അതുപോലെ അതിന് ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ SFI നേതാക്കളായ ആദർശം സജിയും ഐഷി ഘോഷും അതുപോലെ CJP നേതാവുമായ അഭിജിത് ദിപ്കെ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും നിരാഹാര സമരം തുടരുകയാണല്ലേ? അപ്പോൾ തിരിച്ച്, അതായത് സോനം വാങ്ചുക്കിനെ തിരിച്ച് എത്തിക്കുന്നതുവരെ നിരാഹാരം സമരം തുടരുമെന്നാണ് അവർ പറയുന്നത് അല്ലേ? വിഷ്ണുപ്രിയ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് പോലീസ് വലിയൊരു ബലപ്രയോഗത്തിലൂടെ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ സോനം വാങ്ചുക്ക് ഇപ്പോഴും മരുന്നുകൾ സ്വീകരിക്കാൻ, IV ഫ്ലൂയിഡ് ഉൾപ്പെടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. താൻ നിരാഹാര സമരം ഇനിയും തുടരുമെന്ന് തന്നെയാണ് സോനം വാങ്ചുക്ക് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു നടപടി ഉണ്ടായതിന് പിന്നാലെയാണ് അഭിജിത് ദിപ്കെ ഉൾപ്പെടെയുള്ളവർ ഒരു നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയത്. അതിന് പിന്തുണ നൽകിക്കൊണ്ട് SFI നേതൃത്വം, SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയും അതോടൊപ്പം തന്നെ ഐഷി ഘോഷും കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് നിരാഹാര സമരം ആരംഭിച്ചത്. അതും ഇപ്പോൾ 2ാം ദിവസത്തിലേക്ക് ഇവരുടെ നിരാഹാര സമരവും കടന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഈ CJP പ്രവർത്തകരടക്കം പറയുന്നത്. അതിൽ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ പിന്തുണയാണ് ഈ ഒരു പ്രതിഷേധത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു കൊടയിൽ പല മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ച് ഒരു ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള വേറിട്ട തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമുക്ക് ഈ CJP വേദിയിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ജെൻസി പ്രതിഷേധം എന്ന തലത്തിൽ തന്നെ ഇത്തരത്തിൽ വേറിട്ട പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും നമുക്ക് ഈ CJP വേദിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വലിയ പിന്തുണ തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിൽ, ഈ വലിയൊരു പിന്തുണയാണ് ഈ പ്രതിഷേധത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനും കഴിയും. നൂറുകണക്കിന് ആളുകളാണ് രാവിലെ തന്നെ, ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പിന്തുണ നൽകിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. വിഷ്ണുപ്രിയ, ശരി, CJP പ്രതിഷേധത്തിന് പിന്തുണയുമായി ദില്ലി ജന്തർ മന്ദറിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ വിഷ്ണു തലൂരാണ് വിവരങ്ങൾ നൽകിയത്.